ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി കട്ട്സ്. 2025 സ്റ്റാർട്ട് ചെയ്തപ്പം ഞാനൊരു ക്വൈറ്റ് പ്രോമിസ് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടായി. അതായത് ലൈഫ് എത്ര അൺസർട്ടൺ ആണെങ്കിലും ഞാൻ അത് പാനിക് ചെയ്യാണ്ട് ഞാൻ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു പ്രോമിസ് എടുത്തിട്ടുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ ജീവിതം പോകണം എന്ന് വിചാരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴായിരിക്കും ചില എന്തെങ്കിലും അൺസർട്ടി വരിക. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് വിഷമിക്കും, നമ്മൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും, പെട്ടെന്ന് ഒരു ലോ ആയിരിക്കും, ഒരു ഡിപ്പായിരിക്കും. അപ്പൊ അതങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. ഇപ്പൊ ലൈഫിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ട്, അതായത് ഞാൻ എങ്ങനെയൊക്കെ വിചാരിച്ചാൽ ലൈഫ് പോകേണ്ട രീതിയിലേ പോകുള്ളൂ എന്നുള്ളൊരു ഇതിൽ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ചലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓക്കെ ആയി വന്നു. അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു പേഷ്യൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല എനിക്കൊരു അതിനോടുള്ളൊരു പേടി, അത് നടന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയൊക്കെ മാറി കിട്ടി. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളുടെ ജീവിതം. അതായത് അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്തൊരു മണിക്കൂറിൽ എന്ന് നടക്കുമെന്ന് അറിയില്ല. അപ്പോഴാണ് നമ്മൾ നാളത്തേക്കുള്ളത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ പ്ലാനിങ് ഒട്ടും വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് വേണം. പക്ഷെ പ്ലാനിങ് അതുപോലെ തന്നെ നടന്നില്ലെങ്കിൽ നമ്മൾ പാനിക് ആവരുത്. അതായത് നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയാൽ മതി. നമ്മൾ പ്ലാൻ ചെയ്തോ, ആസ് യൂഷ്വൽ നമ്മൾ പ്ലാനിങ്ങും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോ, പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം. കാര്യം ഇതിങ്ങനെ നടന്നില്ലെങ്കിലും ഐ എം ഫൈൻ വിത്ത് മൈ ലൈഫ്, ഐ എം ഹാപ്പി എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയർ ആയിരിക്കും. 2026 മേ ബി ദിസ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത്, ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പല പല റെസൊല്യൂഷൻസ് എടുത്ത് വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതുപോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർഷം പോയി, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ അത് ഫ്ലെക്സിബിൾ ആയാൽ ഓക്കെ, ഇഫ് ദിസ് ഡസൻ ഹാപ്പൻ ഓൾസോ എന്നുള്ള രീതിയിൽ ജീവിച്ചാൽ ഐ ഫീൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.